ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനു തന്നുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡേ കെയർ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം ആകുന്നു. തുടക്കമായതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളൂ. പക്ഷേ ആയതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞിനെയും പ്രത്യേക ശ്രദ്ധയും സ്നേഹവും കൊടുക്കാനും അവർക്ക് കളിക്കാനും പഠിക്കാനും വീട്ടിലെ പോലെ സന്തോഷത്തോടെ ഇരിക്കാനും ഒരു സ്പേസാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ഡേ കെയറിലെ വിശേഷങ്ങൾ കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഓഫീസ് ഏരിയ, ഇവിടെ ഒരു ടേബിളും 4 കസേരയും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മൾ ചെറിയൊരു സോഫയും ഇരിപ്പിടവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കളിച്ച് രസിക്കാൻ പറ്റിയൊരു ചെറിയൊരു ഇടമാണിത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ റൂമാണ്. ഇവിടെയാണ് അവർ പഠിക്കാനും കളിക്കാനും ഒക്കെ കസേരയും മറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അവർക്ക് കളിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. അടുത്ത് നമ്മൾ കാണിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ. ഇതാണ് കുട്ടികളുടെ സ്ലീപ്പിംഗ് റൂം. കുഞ്ഞുങ്ങൾക്ക് നല്ല സുഖമായി ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഇവിടെ AC ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ തൊട്ടിലും ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഒരാൾ നല്ല ഉറക്കത്തിലാട്ടോ അവിടെ. പിന്നെന്താ, ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ അവർക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ ബാത്റൂം സൗകര്യവും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ട് കേട്ടോ. നേരെ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകാൻ പാകത്തിന് പ്രത്യേക സ്പേസ് ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ബാത്റൂമുണ്ട് കേട്ടോ. ഇനി നമ്മളെല്ലാവരും പെട്ടെന്ന് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കുട്ടികളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. ഇതാണ് നമ്മൾ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ചൂടാറാൻ നിൽക്കുന്ന സ്ഥലമായിട്ടത്. ഈ ചെടി ഇവിടുത്തെ ടീച്ചർ കൊണ്ടുവന്ന ചെടിയാട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇതിങ്ങനെ നിൽക്കണ കാണാൻ. പിന്നെ ഇത് മണി പ്ലാന്റ് എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇത് വീട്ടിൽ വെക്കുന്നത് നല്ലതാന്നൊക്കെ പറഞ്ഞു ടീച്ചർ. ഇതേപോലത്തെ ഒരു തൈ എനിക്ക് ആ ടീച്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ടീച്ചർ വീട്ടിൽ തോനെ ചെടികളുണ്ട് കേട്ടോ. ഇതേപോലത്തെ ചെടി ടീച്ചർ വീട്ടിൽ തോനെയുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അങ്ങനത്തെ ചെടി. പിന്നെ ഇതേപോലത്തെ ചെടിയുണ്ട് അവിടെ. ഇതിൻ്റെ വേറെ മോഡൽ ചെടികളൊക്കെ ടീച്ചറെ വീട്ടിലുണ്ട് കേട്ടോ. ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ ഫോണിൻ്റെ. ഇതൊക്കെ ഇങ്ങനത്തെ പല ചെടികൾ ടീച്ചറെ വീട്ടിലുണ്ട്. ടീച്ചറെ ഹസ്ബൻഡ് ഈ ചെടി ഇതൊക്കെ സെയിൽസിലൊക്കെ ചെയ്യുന്ന ഒരാളാട്ടോ ടീച്ചറെ ഹസ്ബൻഡ്. ഇതൊക്കെ ടീച്ചറെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടി കേട്ടോ. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലുണ്ട് ഒരു ചെടിയെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മൾ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ഗ്യാസ് ഇതൊക്കെ ആയിട്ട് നമ്മൾ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം. ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ ഫുഡ് ചൂടാറാൻ വെക്കുന്ന സ്ഥലം കേട്ടോ അത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജുണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജും കാണിക്കുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത് നമ്മൾ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ ഹസ്ബൻഡ് ചെടിയൊക്കെ ഇതാക്കണാണെന്ന്. അപ്പോൾ അവർ കൊണ്ടുവന്ന ചെടിയാട്ടത്. ഇത് അവർ കൊണ്ടുവന്ന ചെടിയാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ 2-3 ചെടികളുണ്ട് കേട്ടോ. പിന്നെ അവിടെ അതൊരു ചെടി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു ഐറ്റം ചെടിയാട്ടത്. ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഡേ കെയറിലെ ചെറിയൊരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. നമ്മുടെ ഈ കൊച്ചു കുടുംബം ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.